കൂടെ പുഴയിലേക്ക് ഇറങ്ങി വരട്ടെ? അയ്യോ വേണ്ട കുഞ്ഞിക്കുട്ട, ഈ പുഴയിൽ ചെറിയ ചെറിയ പാറക്കിടങ്ങുകളുണ്ട്. അതിനകത്തെങ്ങാനും നിന്റെ കാല് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുത്താനേ പറ്റില്ല. ഈ അമ്മയ്ക്ക് എന്തൊരു പേടിയാ. എനിക്ക് ഒരപകടവും സംഭവിക്കില്ല അമ്മേ. ഞാൻ ഇറങ്ങുവാ. ആനക്കുട്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് അമ്മ പറയുന്ന അനുസരിച്ച് അനുസരിച്ചോളാമീ. എല്ലാവർക്കും അവരവരുടെ കാര്യം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ആനക്കുട്ട, എന്തോ ആനക്കുട്ടൻ എന്നെ മനസ്സിലായോ? ഇല്ല, ആരാണാവോ? അത് ശരി, ഇപ്പൊ വിളിച്ചത് ആരാണെന്ന് മനസ്സിലാവാതെയാണോ എന്തോന്ന് വിളി കേട്ടത്? വിളിച്ചത് ആരായാലും വിളിച്ചത് എന്നെയാണല്ലോ, അതുകൊണ്ട് വിളി കേട്ടതാണേ. എന്താ, വിളി കേൾക്കണ്ടായിരുന്നോ? കേൾക്കണം. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. പറ. ആനക്കുട്ടൻ ആളൊരു പുലിയാ, ശരിക്കും. പുലിയോ? ഞാനോ? അയ്യേ, എന്നെ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നണേ? ഞാനൊരു പാവം ആനക്കുട്ടിയാണേ. ആയിരിക്കാം, പക്ഷേ കഴിവിൽ നീ ഒരു പുലിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവരോ എന്റെ അമ്മയോ ഒന്നും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പലർക്കും മടിയാണ്. കഴിവുള്ളവരെ ആരും മനസ്സിലാക്കില്ല. അത് ശരിയാ. ഈ പുഴയിൽ ഞാനും ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ അനുവദിച്ചില്ല. എനിക്ക് അപകടം സംഭവിക്കുക എന്നാണ് അവര് പറയുന്നത്. എന്നാൽ ആനക്കുട്ടനോട് ഞാനൊരു സത്യം പറയട്ടെ. ഈ പുഴയിലെ വെള്ളത്തിന് നല്ല ഉപ്പുരസമുണ്ട്. ആ വെള്ളം ധാരാളം കുടിച്ചാൽ ആനകൾക്ക് മത്ത് പിടിക്കും. അങ്ങനെ മത്ത് പിടിച്ച് രസിച്ച് നടക്കുന്നത് ആനകൾക്കൊരു രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോലെ എനിക്കും ആനന്ദിച്ച് ആടിപ്പാടി രസിച്ച് നടക്കണം. ഈ പുഴയിൽ ഇറങ്ങാൻ നീ എന്നെ ഒന്ന് സഹായിക്കുമോ? അയ്യോ, ഞാനില്ലേ. പുഴയിൽ ഇറങ്ങാൻ ഞാൻ നിന്നെ സഹായിച്ചാൽ നിന്റെ വീട്ടുകാരെന്നെ പഞ്ഞിക്കിടും. വെള്ളത്തിലിറങ്ങാതെ ഈ കാട്ടിലൂടെ അടിച്ചു പൊളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ റെഡി. എന്താ, നീ റെഡിയാണോ? ഞാൻ റെഡിയാ. എന്തായാലും എനിക്കും ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നൊരു കാര്യം, എന്നെ നിന്റെ പുറത്ത് കയറ്റണം. എന്താ, സമ്മതമാണോ? ഓക്കെ, സമ്മതം. എന്നാൽ ആ തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി അടിച്ച് കേറി വാ ആനക്കുട്ടാ. തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഹൈ, തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന.
ചിരിച്ച് തുള്ളിച്ചാടി തിമിർത്ത് കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ, കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ. തുമ്പിക്കൈയും വീശി കുഞ്ഞിവാലിട്ടാട്ടി ചേച്ചുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ, ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ. അയ്യോ രക്ഷിക്കണേ, അയ്യോ. അയ്യോ അയ്യോ രക്ഷിക്കണേ. ആനക്കുട്ട, ഞാനീ മരക്കൊമ്പത്തുണ്ട്. അയ്യോ, ആനക്കുട്ടൻ കുഴിയിൽ വീണല്ലോ. കുരങ്ങനുണ്ണി, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാനിപ്പോ എവിടെയാണ്? പക്ഷെ നീ ഇപ്പൊ ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ കുരങ്ങനുണ്ണി, എന്നെ എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് ഒന്ന് കയറ്റൂ. അത് ഈ കൊരങ്ങൻ വിചാരിച്ചാൽ നടക്കില്ല. ആനക്കുട്ട, നിന്നെ കയറ്റാൻ മനുഷ്യർക്ക് മാത്രമേ ഇനി കഴിയൂ. കുരങ്ങനുണ്ണി, വേഗം ചെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ രക്ഷിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. മനുഷ്യർ വന്ന് നിന്നെ രക്ഷിച്ചാലും നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ അതെന്താ? കുഴിയിൽ വീണ ആനകളെ മനുഷ്യർ കരയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകും. അതെന്തിന്? പണിയെടുപ്പിക്കാൻ. അയ്യോ, മനുഷ്യർ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ പറഞ്ഞതനുസരിച്ച് ആ പുഴയുടെ കരയിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആനക്കുട്ട, ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എത്രയും വേഗം ചെന്ന് എന്റെ അമ്മയെ വിവരം അറിയിക്കാം. എന്നാ വേഗം ചെല്ല്. ആ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. ഒരു കുട്ടിയാനയാണല്ലോ കുഴിയിൽ വീണിരിക്കുന്നത്. അയ്യോ അമ്മേ, അമ്മേ. പാവം, വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പേടിക്കണ്ട ആനക്കുട്ട, നിന്നെ ഞങ്ങൾ ഇപ്പോ തന്നെ കയറ്റി വിട്ടേക്കാം. കാണാതായ കുട്ടിയാനയെ തിരക്കി കാട്ടാനക്കൂട്ടം ഒച്ചവെച്ച് വരുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും അമ്മേ. അമ്മ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അമ്മയുടെ അനുവാദം ഇല്ലാതെ ഒരിടത്തേക്ക് ഞാൻ പോകില്ല. തക്ക സമയത്ത് ഫോറസ്റ്റുകാർ വന്നതുകൊണ്ട് ആനക്കുട്ടൻ രക്ഷപ്പെട്ടു. അതെ, പാവ ആനക്കുട്ടൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ. ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ ചട്ടുക്കുരങ്ങനും ഇത്തിക്കുരുവിയും ഒരുമിച്ച് കുറുക്കന്റെ കല്യാണം കൂടാനായി പോകുകയായിരുന്നു. ചങ്ങാതി, നമ്മൾ ചെല്ലുമ്പോഴേക്കും പരിപാടി കഴിയുമോ? എന്റെ പൊന്നിത്തി, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ.
അതല്ല ചട്ടു, കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന് ഗ്രാമത്തിൽ നിന്ന് പോലും നിറയെ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. അതെയോ, ഞാനതൊന്നും അറിഞ്ഞില്ല. മയിലമ്മയുടെ നൃത്തമുണ്ടെന്ന് ഞാൻ കേട്ടു. ആണോ? ആഹാ, ഗംഭീര പരിപാടിയൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കരടി മാഷ് പറയുന്നത് കേട്ടു, കുയിലമ്മയുടെ ഗാനമേളയും കുറുക്കൻ ചേട്ടൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. വേഗം പോവാം. അങ്ങനെ ഇരുവരും വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഇത്തിക്കുരുവി ഒരു കാഴ്ച കണ്ടു. ചങ്ങാതി ചങ്ങാതി ചങ്ങാതി, ദേ ഒന്ന് നോക്കിയേ. അത് നമ്മുടെ ചിക്കു അല്ലേ? അതെ അതെ, നമ്മുടെ കുറുമ്പൻ തന്നെ. ചിക്കു കാണാതെ പോകാം, കണ്ടാ കുഴപ്പമാകും. ഇവനിത് എവിടെ പോയി? എന്റെ കൈ കിട്ടിയ ഞാൻ ശരിയാക്കും. ഹേയ് കുരങ്ങൻ ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഒന്നിങ്ങ് വാ. ചോദിക്കട്ടെ, ചിക്കു അല്ലേ വിളിക്കുന്നത്? ഓ, ചിക്കു നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും ചട്ടു? അറിയില്ല, പോയി നോക്കാം. പോയില്ലേ പിന്നെ നമ്മളെ ഈ വഴി നടത്തില്ല. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞിനുറുമ്പിത് എവിടെ പോയി? എന്താ ചിക്കു വിളിച്ചത്? ഓ അതോ, നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ടോ പോകുവാണല്ലോ. എവിടേക്കാ? അത് നമ്മുടെ കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന്. നീ എന്തിനാ സത്യം പറഞ്ഞത്? അയ്യോ അല്ല ചിക്കു, പറഞ്ഞപ്പോ തെറ്റിയതാ. ഞങ്ങൾ തവള വൈദ്യന്റെ അടുത്തേക്കാ പോകുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണെന്നുള്ള കാര്യം കുരുവിച്ചേച്ചിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ചിക്കു, ഞാൻ സത്യമാ പറഞ്ഞത്. ഇനി ഒന്നും പറയണ്ട, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. വാ പോകാം. അങ്ങനെ വരാനൊന്നും പറ്റില്ല ചിക്കു. നീ ആദ്യം അച്ഛനോട് അനുവാദം വാങ്ങി വാ. അതൊക്കെ പിന്നെയാകാം. വാ പോകാം. ഞാനിപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ തിരിച്ചു വരും. നിന്നെ കണ്ടുപിടിച്ചാൽ നിന്റെ കഷ്ടകാലമാണ്. അല്ല ചിക്കു, നീ ആരോടായി മിണ്ടുന്നേ? ഓ അതോ, അതൊരു കുഞ്ഞനുറുമ്പ്. ഉറുമ്പോ? ഉറുമ്പ് ചിക്കുനെ എന്ത് ചെയ്തു? അതോ, ഞാനിവിടെ വെറുതെ നിന്ന് വരുന്നവരുടെ നേരെ കല്ലെറിയായിരുന്നു. അപ്പൊ ഉണ്ടല്ലോ ഒരു ഉറുമ്പ് എന്നെ ഓടിക്കടി. എനിക്ക് ദേഷ്യം വന്നു. അതിനിപ്പോൾ നീ എന്താ ചെയ്യുന്നേ? അവനെ കണ്ടെത്തി ദൂരേക്കൊരു ഏറ് കൊടുക്കണം. എന്നെ പേടിച്ച് എവിടെയോ ഒളിഞ്ഞിരിക്കുക. മിണ്ടല്ലേ. ആ ശരി ശരി, നമുക്ക് പോയേക്കാം. വാ. അങ്ങനെ ചിക്കുവിനെയും കൂട്ടി ചട്ടുക്കുരുങ്ങനും ഇത്തിക്കുരുവിയും കൂടി പോകുന്നത് കുഞ്ഞനുറുമ്പ് നോക്കി നിന്നു. ഹോ, രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ശക്തിശാലിയാണ്. അറിയാം. എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? നീയല്ലേ ചിക്കു ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് അത്ര വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. ഞാൻ തെളിയിക്കാം. ഓ വേണ്ട. എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുകൂലിച്ച് വേണം പറയാൻ. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ കുരുവിച്ചേച്ചി എന്റെ ശക്തി? പിന്നെ കണ്ടു കണ്ടു, ഭയങ്കരം തന്നെ. ഇനിയുണ്ട്. ഇനി പിന്നെ ആവട്ടെ ചിക്കു. സമയം ഒരുപാട് വൈകി ചട്ടു. നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നു കാണും. ഇനിയുള്ള വഴി ഓർക്കുമ്പോൾ പേടിയാവുന്നു. അതെന്താ? ഈ സമയത്താണ്
പുലിച്ചേട്ടൻ കറങ്ങാനിറങ്ങുന്നത്. എന്തിനാ കറങ്ങുന്നത്? ഒരിടത്ത് ഇരുന്നാ പോരെ. ചിക്കു, നീ കുഞ്ഞാ, നിനക്ക് പുലിച്ചേട്ടനെ അറിയില്ല. ഇങ്ങ് വരട്ടെ, ഞാൻ എന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ തട്ടിക്കളിക്കാൻ ഞാൻ എന്താ പന്താണോ? എന്തായാലും കുളത്തിൽ വീണു, എന്നാൽ ഒന്ന് കുളിച്ചേക്കാം. വരട്ടെ, പുലിയല്ല എലി വന്നാലും എനിക്ക് പേടിയില്ല. ആ സമയം ചിക്കുവിനെയും കൂട്ടുകാരെയും മരത്തിന്റെ മറവിൽ നിന്ന് ഒരു പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുശാലായല്ലോ ആനക്കുട്ടൻ. അവൻ തന്നെ ഇന്നത്തെ ഇര. അയ്യോ, പുലി വന്നേ, ഓടിവായോ, പുലി വന്നേ, ഓടിവായോ. എടാ മണ്ടാ, പുലി വരുന്നെന്ന് പറഞ്ഞ കേൾക്കുന്നവർ രക്ഷപ്പെടാനല്ലേ നോക്കൂ. പറഞ്ഞതുപോലെ അത് ശരിയാ. എന്റെ ഉറക്കവും കളഞ്ഞു. എന്തായാലും ഞാൻ ഉണർന്നു. ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. പുലി എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും പോകുക. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, വെറുതെ ഒന്ന്, അത്രേ ഉള്ളൂ. ഞാൻ പാവാ. ഞാനും, പക്ഷെ ഉറങ്ങുമ്പോഴാണെന്ന് മാത്രം. എന്നെ ഒരു വട്ടം വെറുതെ വിട്ടൂടെ? നിനക്ക് വേണമെങ്കിൽ ഒരവസരം തരാം. എന്റെ അവസരം? എടാ കുട്ടി, നിന്നെ ഞാൻ നഖം കൊണ്ട് ആക്രമിക്കണോ, പല്ലുകൊണ്ട് ആക്രമിക്കണോ, അതോ ഈ കിടക്കുന്ന മരക്കമ്പ് മതിയോ? കമ്പ് വെച്ച് മതി. ശരി. അയ്യോ, നിങ്ങളോ? എന്റെ മോനെ തന്നെ വേണമല്ലേ നിനക്ക് വിശപ്പ് മാറ്റാൻ? അത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞോ? ചിക്കു, നിനക്ക് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത്തിക്കുരുവി വന്ന് പറഞ്ഞില്ലായിരുന്നേൽ എന്താകുമായിരുന്നു? നീ കുഞ്ഞാണ് ചിക്കു, ഇവരെ പോലെ അല്ല. അത് നീ ഓർക്കണം. നിനക്ക് എവിടെ പോകണമെങ്കിലും എന്നോട് പറയൂ, ഞാൻ കൊണ്ടുപോകാം. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഇനി ഞാൻ അച്ഛനോട് പറയാതെ എങ്ങും പോവില്ല. ശരി, ഞാനും വരാം. ഇനി എവിടെ പോണേലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മനസ്സിലായോ?
ഒരു കാട്ടിൽ ഒരു ആനക്കുടുംബം താമസിച്ചിരുന്നു. ഒരു കൊമ്പനാനയും പിടിയാനയും അവരുടെ 2 മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. മക്കളിൽ ഇളയവൻ മഹാവികൃതിയായിരുന്നു. ഒരു ദിവസം ആ ആനക്കുടുംബം കാട്ടിലെ പുഴയിൽ കുളിക്കാനെത്തി. കുളിക്കുന്നതിനിടയിൽ കുട്ടിയാന പല വികൃതികളും കാട്ടിക്കൊണ്ടേയിരുന്നു. മോനെ, പുഴയിൽ നല്ല ഒഴുക്കുണ്ട്, സൂക്ഷിക്കണം. അതെ അതെ, ഇവന് ഈയിടെയായി കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. എടാ വികർദി, മര്യാദയ്ക്ക് നിന്ന് കുളിക്കടാ. ഈ സമയം പുഴയുടെ വക്കത്തുള്ള ഒരു മരത്തിൽ ഒരു കുഞ്ഞിക്കുരുവി ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയാനയുടെ കുസൃതികളെല്ലാം കുഞ്ഞിക്കുരുവി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അതിൽ വളരെ കൗതുകം തോന്നി. ഹായ്, എന്ത് രസമാണ് അവന്റെ കളികൾ കാണാൻ. ആനക്കുട്ടിയോട് കൂട്ടുകൂടണമെന്ന് കുഞ്ഞിക്കുരുവി ആഗ്രഹിച്ചു. നീ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നീ ഒരു മിടുക്കൻ തന്നെ. നമുക്ക് കൂട്ടുകാരാവാം. നമുക്ക് കൂട്ടുകാരാവാമെന്നോ? ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനൊരു ആനക്കുട്ടിയാണ്, കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ ജീവി. നീയാണെങ്കിൽ നിസാരനായൊരു പക്ഷിക്കുഞ്ഞും. നമ്മൾ തമ്മിൽ എങ്ങനെ തുല്യരാകും? ഓ, അങ്ങനെയാണോ കാര്യം? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക്. ആനക്കുട്ടനോട് കൂട്ടുകൂടാനാവാതെ പാവം കുഞ്ഞിക്കുരുവി നിരാശനായി അവിടെ നിന്നും പറന്നുപോയി. അഹങ്കാരിയായ കുട്ടിയാന അവന്റെ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് അവർ വനത്തിനുള്ളിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ ഒരു കരിമ്പിൻ തോട്ടം ആനക്കുട്ടന്റെ കണ്ണിൽപ്പെട്ടു. അമ്മയും അച്ഛനും കാണാതെ പമ്മി പമ്മി അവൻ കരിമ്പിൻ കൂട്ടത്തിനിടയിൽ മറഞ്ഞു. ഇതൊന്നും അറിയാതെ മറ്റു മൂവരും മുന്നോട്ട് നടന്നു നീങ്ങി. എന്നാൽ അവരെല്ലാം പറ്റിച്ചല്ലോ എന്ന ഭാവത്തിൽ ആനക്കുട്ടി കരിമ്പിൻ കാട്ടിൽ നിന്ന് കരിമ്പുകൾ ഓടിച്ചു കഴിക്കുവാൻ തുടങ്ങി. ഹായ്, ഇതിനെന്തൊരു മധുരം. കൊള്ളാം. ഇവിടെ എത്തിയതെന്റെ ഭാഗ്യം തന്നെ. അവിടെ നിന്ന കരിമ്പിൻ ചെടികൾ അവൻ ഒന്നൊന്നായി ഓടിച്ചിടുകയും അവയിൽ ചിലത് കഴിക്കുകയും ചെയ്തു. അയ്യോ, വേട്ടക്കാർ! പേടിച്ചു ഭയന്ന കുട്ടിയാന ലക്ഷ്യമില്ലാതെ ഓടി. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ! അവൻ ദയനീയമായി അലറിക്കരയാൻ തുടങ്ങി. കൂട്ടം തെറ്റി എവിടെയോ എത്തിയ കുട്ടിയാന വഴി അറിയാതെ കുഴങ്ങി.
അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, എന്റെ അച്ഛനും അമ്മയും, ഞാൻ ഇനി എങ്ങോട്ട് പോകും? അമ്മേ, അമ്മേ. എന്നാൽ ആ സമയം കുരുവിപ്പെണ്ണ് ആനക്കുട്ടന്റെ കരച്ചിൽ കേട്ടു. അവിടേക്ക് അവൾ പറന്നു ചെന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് കരയുന്ന ആനക്കുട്ടിയെയാണ് കുരുവി കണ്ടത്. ആനക്കുട്ടാ, നീ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? എനിക്ക് വഴി തെറ്റി. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണണം. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിന്നെ പിന്തുടരുകയായിരുന്നു. കാരണം നിനക്ക് ഇത്തിരി അഹങ്കാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അഹങ്കാരം ആപത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, എനിക്ക് പേടിയാകുന്നു. ഏയ്, പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. എന്റെ കൂടെ പോന്നോളൂ. ഞാൻ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിക്കാം. കുരുവിപ്പെണ്ണ് മുൻപിൽ പറന്ന് വഴി കാട്ടി. ആനക്കുട്ടൻ കുരുവിയെ പിന്തുടർന്നു. അങ്ങനെ കുഞ്ഞിക്കുരുവി കുട്ടിയാനയെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിച്ചു. മോനെ, നീ എവിടെയായിരുന്നു? അമ്മേ, എനിക്ക് വഴി തെറ്റി. ഈ കുരുവി പെണ്ണാണ് എന്നെ രക്ഷിച്ചത്. വലിയവനെന്നും ചെറിയവനെന്നും നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്റെ അഹങ്കാരമാണ് എന്നെ ആപത്തിൽ കൊണ്ടെത്തിച്ചത്. കുരുവി പെണ്ണെ, നീയാണ് എന്നെ രക്ഷിച്ചത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഇനി എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. അഹങ്കാരം ആപത്താണ്. സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹമുള്ളവർക്കേ കൂട്ടുകൂടാൻ കഴിയൂ.